എണ്ണ തേച്ച് കുളിച്ചിട്ട് കുറെ ദിവസമായിട്ട് ഇന്ന് എനിക്ക് കുളിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് വിനു എന്നെ ആയിട്ട് തലയിൽ എണ്ണ തേച്ചായിരുന്നത്. ഇവിടുത്തെ വെള്ളമാണെന്നുണ്ടെങ്കിൽ എനിക്ക് പിടിച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ. വിനുനാണെങ്കിൽ പുറത്ത് പോകാണ്ടായിരുന്നു. അങ്ങനെ അവർ റെഡി ആയിട്ട് പുറത്തേക്ക് പോയപ്പോ ഞാൻ ദേ കുളിച്ച് റെഡി ആയിട്ട് പുറത്ത് വന്നിരുന്നു കേട്ടോ. പുറത്താണെന്നുണ്ടെങ്കിൽ നല്ല മഴ ഉണ്ടായിരുന്നേ. വന്ന് അമൃതാഞ്ജലി ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കയ്യും ചെറുതായിട്ടൊന്ന് പൊള്ളിയിട്ടുണ്ട് കേട്ടോ. ഉച്ചയാകുമ്പോഴേക്കും വിനു ഊണ് കഴിക്കാൻ വരിക. അപ്പോഴേക്കും ഞാൻ ദേ മീനൊക്കെ പൊരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവന് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഉറങ്ങിയതിന് ശേഷം വൈകുന്നേരം ഞങ്ങൾ ദേ വിനുന്റെ വീട്ടിലേക്ക് പോയിട്ടോ. ഒരാൾ ഇവിടെ നിന്ന് ഭയങ്കര ഗെയിം കളിയാണ് കേട്ടോ. തിരിച്ചിറങ്ങാൻ നേരത്ത് നല്ല മഴയായതുകൊണ്ട് ഹെൽമെറ്റ് ഊരാണ്ട് ഞാൻ അവിടെ ഇരുന്നിട്ട് ടി വി കണ്ടു കുറച്ചു നേരം. അങ്ങനെ മഴ തുറന്നപ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് $1/2 കഫേയിലേക്കായിരുന്നു കേട്ടോ. എന്തിനാ കോഫി കുടിക്കാൻ. ഇവിടുത്തെ ഈ ഒരു കോഫിക്ക് ഞാൻ അഡിക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ഇവിടേക്ക് വരണത് തന്നെ ഞാൻ ഈ ഒരു കോഫി കുടിക്കാൻ വേണ്ടിട്ടായിട്ടാ. ഭാര്യയോടുള്ള സ്നേഹം നിങ്ങൾ കാണുന്നില്ല ഗൈസ്. ഇവിടുത്തെ ഈ ഒരു കോഫി ഉണ്ടല്ലോ അടിപൊളിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കുടിക്കാനായിട്ട്. നിങ്ങളൊരു കോഫി ലവർ ആണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടാണ്. അങ്ങനെ കോഫിയൊക്കെ കുടിച്ചിട്ട് കുറച്ചേരം ആനന്ദമായിട്ട് വർത്താനം പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോന്നിട്ടോ. പോർണ വഴിക്ക് ചെറിയൊരു മഴ ഉണ്ടായിരുന്നേ. അപ്പൊ അത്രയുള്ള ഗൈസ് ബൈ.